കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നില്ല. മൂന്നാമത്, ഇത് UDF സ്ഥാനാർത്ഥികൾ ഇദ്ദേഹത്തിന്റെ പേരിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സിഇഒക്കും ജില്ലാ ഇലക്ഷൻ ഓഫീസർക്കും പരാതി കൊടുത്തതിന്റെ പിറ്റേ ദിവസം ഇതേ മേഖലയിൽ കൊയിലാണ്ടിയിലെ ബാലറ്റ് പെട്ടികൾ സൂക്ഷിച്ച സുരക്ഷാ റൂമിന്റെ പരിസരത്ത് ഇന്നർ പെരിമീറ്ററിനകത്ത് റിട്ടേണിംഗ് ഓഫീസറും 3 ഉദ്യോഗസ്ഥന്മാരും കയറുന്നു. അവർക്കാരാണ് അനുമതി കൊടുത്തത്. ആ നടപടി തെറ്റാണെന്നും അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുമെന്ന് കലക്ടർ പറഞ്ഞു. നോട്ടീസ് അയച്ചു. എന്ത് നടപടി സ്വീകരിച്ചു? ഈ രാജ്യത്തിലെ ജനാധിപത്യത്തിന്റെ സംവിധാനത്തിൽ തകർക്കുന്നു എന്ന് പൊതുജനത്തിന് സംശയമുണ്ടാക്കിയ ഈ ഗുരുതരമായ വീഴ്ച നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഇതിൽ തന്നെ കലക്ടറുടെ നടപടിയിലും ദുരൂഹത സംശയിക്കുന്നു. കാരണം ഇത്രയ്ക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ അറിയിപ്പിലൂടെ ബോധ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാത്ത നടപടിയിൽ ദുരൂഹതയുണ്ട്. ഇനി ഒരു സ്ട്രോങ് റൂമും തുറക്കരുത് എന്നുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവൊന്നും ബോധ്യപ്പെട്ടതാണ്. തുറന്നത് തെറ്റായിപ്പോയി എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബാബു ജോസഫ് മുഖേന നാളെ DCC പ്രസിഡന്റും സ്ഥാനാർത്ഥികൾക്ക് ഞാൻ അറിയിപ്പ് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യം ഈ 2 ഉദ്യോഗസ്ഥരെയും പ്രോസിക്യൂട്ട് ചെയ്യണം. ഇവരെ എല്ലാ നടപടിയിൽ നിന്നും ഇനി അങ്ങോട്ടുള്ള കൗണ്ടിംഗ് വരെയുള്ള എല്ലാ നടപടിയിൽ നിന്നും മാറ്റി നിർത്തി ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിൽ അനുകൂലമായ സമീപനം ഇനിയും ജില്ലാ കളക്ടറുടെ ഭാഗത്തുണ്ടായിട്ടില്ലെങ്കിൽ കലക്ടർക്കെതിരെയും നിയമ നടപടിയുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. UDFും കോൺഗ്രസും മുന്നോട്ട് പോകും. ഇത് ഞങ്ങൾ നേരത്തെ മെയിലിലൂടെയാണ് പരാതി അയച്ചത്. ഈ പരാതിയുമായി നേരിട്ട് ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ തിരുവനന്തപുരത്ത് KPC ജനറൽ സെക്രട്ടറി PA നിയാസ് കാണുന്നുണ്ട്. ഈ ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഏറ്റവും പ്രമാദമായ, ഒരുപക്ഷെ കേരളത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടും ഇതിനെതിരെ മൗനം പാലിച്ചുകൊണ്ട് നിസ്സംഗരായി നിൽക്കുന്ന ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നടപടിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടവുമായി കോൺഗ്രസും UDFും മുന്നോട്ട് പോകും. UDFുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് ബാബു ജോസഫ് കുറുവത്താഴ മുഖാന്തരമാണ് ഞങ്ങൾ പറയുന്നത്. ഇതിൽ കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സ്ട്രോങ് റൂം വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. പേരാമ്പ്രയിലെയും കൊയിലാണ്ടിയിലും ഭരണാധികാരികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. ഒപ്പം തന്നെ ജില്ലാ കളക്ടർക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്.